ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എഗ്ഗും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണേ. എന്നാൽ അതിനൊട്ട് സമയം കളയാതെ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ അത്. ഇതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങും കൂടെ ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു ഉള്ളിയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ഞാനൊരു കുറച്ച് കറിവേപ്പിലൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വീട്ടിലുണ്ടായ മല്ലിയിലാണ്, അതാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ കടലമാവും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ ബലം കൊടുത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പൊടികളെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഷേപ്പാക്കി എടുക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. മുട്ട ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചെടുക്കരുത് കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ച് മാത്രമേ ഒഴിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ ആ രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനിതാ ഒരു കുറച്ച് കോൺഫ്ലവറിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്ന് ഈ ഒരു മാവിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലോട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് വേണ്ടത് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടണം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് വെന്തിട്ട് ഉൾഭാഗം വേവാതാവും. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ഏത് സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ ആ ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ കൂടെയും മയോണൈസിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.